ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ഇവിടുന്ന് കയറ്റി വിടുന്ന അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള കുറേ ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. അത് എക്സ്പോർട്ട് ക്വാളിറ്റി ഈസ് എൻ്റർലി ഡിഫറെൻറ്റ്. അത് നമ്മുടെ നാട്ടിൽ അത് കിട്ടില്ല. എനിക്ക് തോന്നുന്നു എ ഗ്രേഡ് ക്വാളിറ്റി സാധനങ്ങളെല്ലാം പുറത്തേക്ക് കയറ്റി വിടുന്നു. എന്നാൽ പോലും പല വികസിത രാജ്യങ്ങളിലും നമ്മുടെ ക്വാളിറ്റി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്ന് കണ്ട് നമ്മൾ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ ബാൻഡാണ്. അവരങ്ങോട്ട് അനുവദനീയമല്ല ആ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ നമ്മൾ അത്രയും മോശപ്പെട്ട ഒരു ജനതയായി മാറുകയാണോ ഇത്തരം ഫുഡ് കൺസ്യൂം ചെയ്യുന്നതിലൂടെ? നമ്മൾ ഈ റീസെൻ്റ്ലി നമ്മുടെ നാട്ടിൽ നിന്നുള്ള പല കറി പൗഡറുകൾ, സ്പൈസസ് എല്ലാം പല രാജ്യങ്ങളും ബാൻ ചെയ്തു. അതിൻ്റെ കാരണം അതിൽ അടങ്ങിയിരിക്കുന്ന പ്രിസർവേറ്റീവ്സിൻ്റെയും പെസ്റ്റിസൈഡ്സിൻ്റെയും അളവാണ്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെല്ലാം ഡീക്കേ ആകും. അതിനൊരു ഷോർട്ട് പീരീഡേ ഉള്ളൂ. അപ്പം നമുക്ക് ഇപ്പോൾ സ്പൈസസ്, കുരുമുളകൊക്കെ പെട്ടെന്ന് പൂപ്പൽ വരും. ഏലക്ക എന്തായാലും അതിന് ഈ പൂപ്പൽ, ഫംഗൽ ഇൻഫെക്ഷൻസും അതുപോലുള്ളതെല്ലാം വരും. അപ്പം അതിനൊരു ഈ വികസിത രാജ്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊക്കെ ഒരു അളവ് പറഞ്ഞിട്ടുണ്ട്. ആ അളവിനെയൊക്കെ തൂക്കി എറിഞ്ഞിട്ടുള്ള വലിയ അളവിൽ ഇതിനകത്ത് പ്രസൻസ് ഈ ഇതിൻ്റെയൊക്കെ കണ്ടന്റ് കാണുമ്പോഴാണ് ഇതിവർ ബാൻ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ മോയ്സ്ചർ ഇല്ലാതെ, മോയ്സ്ചർ എന്തായാലും ഉണ്ടാവുമല്ലോ എയറിൽ. നമ്മുടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കില്ല അതിനകത്ത് മോയ്സ്ചർ വരും. അപ്പോൾ ഇപ്പം നമ്മുടെ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ നെല്ല് നമ്മൾ കടയിൽ നിന്ന് എല്ലാവരും വിചാരിക്കും കടയിൽ നിന്ന് മേടിച്ച് കഴുകി ഉണക്കുന്ന മുളക് പൊടി കുഴപ്പമില്ല. അങ്ങനെയല്ല, ഫ്യൂമിഗേഷൻ ചെയ്ത പ്രൊഡക്റ്റാണത്. അതുമൊക്കെ പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉപയോഗിച്ചതാണ്. അത് കഴുകിയതുകൊണ്ട് പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ല. അതിൻ്റെ ഫാമിങ്ങിലെ വ്യത്യാസമാണ്. അപ്പോൾ ഈ ബാൻ ചെയ്യുന്ന എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന അളവുകൾ കൂടുതലാണ്. ഇതാരെയും നോക്കാനുള്ള ഈ അളവൊക്കെ വല്ലവരും നോക്കാനുണ്ടോ? ഒന്നും നോക്കാനില്ല. അപ്പോൾ ഇനി ഞാൻ 5 വർഷം മുമ്പ് കേരളത്തിൽ അന്ന് ദുബായിൽ നിന്ന് വന്ന് നമ്മുടെ ഈ കെമിക്കൽ ലാബിൽ പോയിട്ട് ഒരു 1-2 പരിശോധനകളുടെ രീതി ചോദിച്ചു, അത് അവൈലബിൾ ആണോ എന്ന്. അപ്പോൾ അവരെന്നെ നേരെ പ്രൈവറ്റ് ലാബിലോട്ടാണ് വിട്ടെ. ഞാൻ 5 വർഷം കഴിഞ്ഞത് ചെല്ലുമ്പോഴും ആ സാധനം ഇവിടെ ആയിട്ടില്ല. അപ്പോൾ അത് പ്രൈവറ്റ് ലാബിൽ പറ്റും. പ്രൈവറ്റ് ലാബിലുള്ള എല്ലാ ടെസ്റ്റുകളും വലിയ ചെലവേറിയതാണ്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരൻ ഒരു പാക്കറ്റ് പൊടി മേടിച്ച് വെച്ച് അതിനകത്ത് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ പുറകെ പോകാറില്ല. അത് ഉപയോഗിച്ച് നോക്കിയിട്ട് കളറ് കൂടുതലാണ്, എന്നാൽ പിന്നെ അതിന് മേടിക്കേണ്ടെന്ന് തീരുമാനിക്കത്തേ ഉള്ളൂ. അപ്പോൾ ബാൻ ചെയ്യുന്ന വിഷയം ഇത് തന്നെയാണ്. എന്നാൽ പല രാജ്യങ്ങളിലും ഇത്രയും ഫ്യൂമിഗേഷൻ സർട്ടിഫിക്കറ്റ് വേണ്ട രാജ്യങ്ങളുണ്ട്. ദുബായിക്ക് വേണ്ട, UAEക്ക് വേണ്ട. പക്ഷേ ഓസ്ട്രേലിയ അതുപോലുള്ള രാജ്യങ്ങളിൽ ഫ്യൂമിഗേഷൻ സർട്ടിഫിക്കറ്റ് വേണം. കാര്യം കീടങ്ങൾ അതിൽ വരാൻ പാടില്ല. പക്ഷേ എന്തിനും ഒരളവുണ്ട്. ഇപ്പോൾ ദുബായ് മുനിസിപ്പാലിറ്റിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ജോലി ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരത്തിയുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഓരോ ഹോട്ടൽസിലും ട്രെയിനിങ് കൊടുക്കുകയാണ്. അവർ ഗവൺമെൻറ് സ്റ്റാഫാണ്. അതായത് നമ്മളിപ്പോൾ ഓരോ കണ്ടൻറ്റുകൾ ചേർക്കാം, ഭക്ഷണത്തിന് രുചിക്കോ നിറത്തിനോ ചേർക്കാം. പക്ഷെ അതിനൊരു അളവുണ്ട്. ഈ അളവ് പഠിപ്പിക്കുന്നുണ്ട് അവർ. ആ അളവ് ചേർക്കാം എന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരളവ് നോക്കാനായിട്ട് ഇവിടെ ആരെയും പഠിപ്പിക്കുന്നില്ല, ആരും. ഒരു സംവിധാനങ്ങളുമില്ല. ഇനി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാൾ ഒരു ഹോട്ടലിൽ മേ ബി ക്വാളിഫൈഡ് ഓർ ക്വാളിഫൈഡ് അല്ലാത്ത ആളായിരിക്കാം. അയാൾ ഫോണിലിരുന്നുകൊണ്ട് വല്ലതും ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു കണ്ടൻറ്റ് കൂടിയാൽ പോലും അറിയാൻ പോകുന്നില്ല. അപ്പോൾ വിദേശ രാജ്യങ്ങൾ വളരെ സൂക്ഷ്മമായാണ് ഭക്ഷണത്തെ തരുന്നത്. അതുകൊണ്ട് അവരുടെ രാജ്യത്തോട്ട് അത് വേണ്ട. ഇനി വേറൊരു രസം, എൻ്റെ ഒരു ഫ്രണ്ട് ദുബായിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ അവിടെ വരുന്ന പച്ചക്കറികളിലെയും പഴങ്ങളിലെയും വിഷം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്യുപ്മെൻറ്റ് ചൈനയിൽ നിന്ന് എങ്ങാണ്ട് വരുത്തി. അത് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് വരുന്ന അനുസരിച്ച് നോക്കാൻ അവർ നോക്കിയിട്ട് അതിലെ ബഹുഭൂരിപക്ഷത്തിനും കളറില്ല, കുഴപ്പമില്ല. ഇവിടത്തെക്കാളും ചീപ്പായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ദുബായിൽ കിട്ടും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എന്നാന്ന് വെച്ചാൽ എല്ലാ ചവറും ഇവിടെയാണോ യൂസ് ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവർ എഡ്യൂക്കേറ്റ് ചെയ്യുന്നില്ല ഒരു ഫാർമറിനെ. നമ്മൾ പറഞ്ഞ ടോപ്പിക് ഇതാണ്, ബാൻ ചെയ്യുന്നത്. അത് ഇവിടുത്തെ അളവിലെ വിഷയമാണ്. സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കേണ്ട ചില കണ്ടൻസുകൾ കൂടുതലായിട്ട് വരുന്നു, അവർ എടുക്കുന്നില്ല. അത് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ഇവർ തന്നെ ഇവിടെയുള്ള ഇന്ത്യയിൽ തന്നെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കുഴപ്പമില്ല, അവർക്ക് പറ്റിയ തെറ്റാന്ന് പറയാം. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇവരുടെ നിലനിൽപ്പാണത്. ഇനി ജർമ്മനി, ഫ്രാൻസ് ഒക്കെ ഉള്ള ആൾക്കാർ നമ്മുടെ കൃഷിയെ കാണാനും നമ്മളോടൊക്കെ അടുപ്പമുള്ളവർ വരുമ്പോൾ അവർ പറയുന്നത് ഇൻ അവർ കൺട്രി ഫാമേഴ്സ് ആർ ഇൻ വെരി ഹൈ പ്രൊഫൈൽ. ഇവിടെ കിട്ടുന്ന വിലയല്ല അവിടെ. ആൻഡ് ഗവൺമെൻറ് അതുപോലെ സപ്പോർട്ട് അവർ ചെയ്യും. അവിടെ ഒരു ചെടിക്ക് അല്ലെങ്കിൽ ഒരു വിളയ്ക്ക്
ഒരു പിന്നെ രോഗം വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ ഒരു ഡോക്ടറെ കാണുന്ന പോലെ തന്നെ വന്ന് എഴുതി ഒരു പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുപോയാലേ ആ വിളക്കുള്ള മരുന്ന് കീടനാശിനി അവർ കൊടുക്കുകയുള്ളൂ. അല്ലാതെ ഇവിടെ എങ്ങനെയാന്ന് പറഞ്ഞാൽ പാലക്കാട് കിട്ടിയില്ലേ എന്നാൽ പിന്നെ നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോയി അവിടെ കിട്ടുമെന്ന് പറയും. അവിടെ പോയിട്ട് പേര് പോലും ഇല്ലാത്തൊരു സാധനം കൊണ്ടൊന്ന് ഇവിടെ ഇടിക്കും. ഞങ്ങൾക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ചില പാടങ്ങൾ പാലക്കാട് ഈ ലീസിന് എടുക്കും. അപ്പം ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങളിപ്പോൾ അതൊരു ഡിസംബറിലാണ് എടുത്തിരിക്കുന്നതെങ്കിൽ മെയ്യിലാണ് ഞങ്ങൾക്ക് അതിൽ വിത്തിടണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ പാട്ടക്കരാർ വയ്ക്കും. എന്നിട്ട് അതിൽ ഈ നാടൻ പശുവിനെ കൊണ്ട് കെട്ടുകയും ഇവരുടെ ചാണകവും മൂത്രവും പലതരത്തിലാക്കി അവിടെ ഇടുകയും ചെറുപയർ അല്ല വൻപയർ ഡെയിഞ്ചൊക്കെ ഇട്ടിട്ട് ഇതിനെ ഇങ്ങനെ പലതരത്തിൽ ഈ വിഷം അടിച്ചതിനെ ഒന്ന് മാറ്റാനുള്ള ഒരു പ്രോസസ്സ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തിട്ട് പോലും നെല്ല് മുളയ്ക്കാത്ത പാടങ്ങളുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ പേര് പോലും അറിയാത്ത സാധനങ്ങൾ കൊണ്ടുവന്ന് അടിക്കുന്നുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഈ ഫുഡ് എന്ന് പറയുന്നതിൻ്റെ തുടക്കം കൃഷിയാണല്ലോ. അപ്പോൾ അവിടുത്തെ മണ്ണ് തൊട്ട് അത് കൈകാര്യം ചെയ്യുന്നവരെ തൊട്ട് പഠിപ്പിച്ച് വരേണ്ട ഒരു അവസ്ഥയുണ്ട്. പഠിപ്പിച്ച് ഇവരെ കൊണ്ടുവന്ന് നിങ്ങൾ ഇതേ ഉപയോഗിക്കാമുള്ളൂ, ഇത്രേ ഉപയോഗിക്കാമുള്ളൂ, ഇതിനൊരളവുണ്ട്. അവരൊരു പ്രിക്കോഷൻ പോലും ഇല്ലാതല്ലേ ഈ കീടനാശിനികളൊക്കെ അടിക്കുന്നത്. മുതലമട മാങ്ങ എന്ന് പറയുന്നതിൽ 18 വട്ടം കീടനാശിനി അടിച്ച വർഷമുണ്ട്. 18 വട്ടം. അതിൻ്റെ അടുത്തുള്ള പിള്ളേരെല്ലാം തലകറക്കോ ഛർദിയായിട്ട് ആശുപത്രിയിൽ പോയ അവസ്ഥയുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത് നമുക്ക് എന്തൊക്കെ അറിയാം ഇപ്പം ലോകത്തിലെ? നമ്മൾ എന്താണ് ഭക്ഷണത്തെക്കുറിച്ച് ശ്രമിക്കാത്തത്? അതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റുകളെ അറിയാൻ ശ്രമിക്കാത്ത, എന്തിന് ഓർഗാനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പോട്ടെ വിഷവിമുക്ത ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്താണ് വേണ്ടത്? അപ്പം ഇതെല്ലാം നമ്മുടെ ആഗ്രഹമാണ് അല്ലേ? ഇത് നമ്മുടെ ആവശ്യമാണ്. അതിലേക്ക് വരികയാണ് ഒരു പോംവഴി. നമ്മൾ എല്ലാം അറിയുന്ന കൂട്ടത്തിൽ തന്നെ ഭക്ഷണത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ചു കഴിക്കേണ്ട ഒരു സമയമാണിത്. നമുക്ക് എന്ത് വേണം എന്ത് പറ്റില്ല. പയറുപരിപ്പ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കാം. അപ്പോൾ എനിക്ക് വൻപയർ ചിലപ്പോൾ ഓക്കെ ആയിരിക്കില്ല, വേറൊരാൾക്ക് അത് ഓക്കെ ആയിരിക്കും. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നിങ്ങൾ ഇത്രയും അവിടെ ഇപ്പോൾ മെട്രോപൊളിറ്റൻ സിറ്റീസിൽ പാക്ഡായിട്ട് നിങ്ങളെ കഴിപ്പിക്കുകയാണ് ആൾക്കാരല്ലേ. അപ്പോഴും നാളെ ഒരു ക്യാപ്സ്യൂൾ വന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടെന്ന് പറഞ്ഞാൽ വി വിൽ ചൂസ് ദാറ്റ്. ഒരു ക്യാപ്സ്യൂൾ കഴിച്ച് ഓഫീസിൽ പോകാൻ സന്തോഷം, പാത്രവും കഴിയേണ്ടതൊന്നും ഉണ്ടാക്കുകയും വേണ്ട, അത് ഫില്ലിങ് തരും, നിങ്ങൾക്ക് എന്തെങ്കിലും കഴിച്ച പോലെ തോന്നുന്നു പറഞ്ഞാൽ അത് മതി. മേ ബി അത് മുഖ്യധാര സെലിബ്രിറ്റീസ് അത്തരം ബ്രാൻഡ് എൻഡോസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് എപ്പോഴും മലയാളി നമ്മൾ തിരിച്ചു വരും കേട്ടോ. നമ്മുടെ ഒരു പഴമയിലോട്ട് ഇച്ചിരി കഴിയുമ്പോൾ തിരിച്ചു വരും. പ്രശ്നങ്ങൾ കൂടുമ്പോൾ ഞങ്ങൾ പണ്ട് കൂട്ടുകാരെല്ലാം ഊട്ടി പോയി കോളേജിൽ നിന്ന് പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വയറിളക്കം വന്നു ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ തിരിച്ചു വരുന്ന വഴി വീട്ടിൽ ചെന്ന് ഇച്ചിരി മാങ്ങാച്ചാറും കഞ്ഞിയും കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഈ ഒരു മാനസികാവസ്ഥ ഉള്ളതും കൂടെ കൊണ്ടാണ് കുറച്ചെങ്കിലും നമ്മളിങ്ങനെ ഒക്കെ നിൽക്കുന്നത്. നമുക്ക് പറ്റാതൊക്കെ മടുക്കില്ല. അപ്പം നാളെ എന്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ക്യാപ്സ്യൂൾ വന്നാലും നമ്മുടെ പുട്ടും കടലയും നമ്മുടെ ഇടിയപ്പത്തിനും ദോശയ്ക്കും ഒക്കെ ഒരു മനസ്സുകൊണ്ട് നമുക്കൊരു എവിടെ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് അത് വരും. അപ്പം ഇതൊക്കെ ചൂസ് ചെയ്ത് കഴിക്കേണ്ട ഒരു സമയം. പിന്നെ ഭക്ഷണത്തിൻ്റെ സമയവും എണ്ണവും ഒക്കെ ഒന്ന് കുറച്ച് ഒന്ന് പഠിച്ച് നിങ്ങൾ എന്തെല്ലാം പഠിക്കാൻ, ഒരു ഐഫോൺ മേടിക്കാൻ പോകണമെങ്കിലോ ഒരു ആൻഡ്രോയിഡ് ഫോൺ മേടിക്കാൻ പോകണമെങ്കിലോ എല്ലാം നമ്മൾ എന്തെല്ലാം സെർച്ച് ചെയ്തിട്ടാണ്. ഫുഡിലും സെർച്ച് ചെയ്ത് നല്ലത് കണ്ടുപിടിച്ച് കഴിച്ച് മുന്നോട്ട് പോകും.